ലോസ് ഏഞ്ചലസിൽ തീ പിടിച്ചപ്പോൾ നിങ്ങൾ കണ്ടു കാണും, ഇന്ത്യയിൽ ഈമോജി ഇട്ട് ആഘോഷിച്ച മിനി പാകിസ്ഥാൻ കേരളത്തിലെ. അതായത് ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട വലിയൊരു വിഭാഗം. മറ്റൊരു വിഭാഗം അവസാനമാണ് അതിൻ്റെ സീനിയറായിട്ടുള്ള ഒരു ഉസ്താദ്, അതായത് തിരുവനന്തപുരം മസ്ജിദിലെ ഉസ്താദ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയ തെറ്റാണ് എന്നും പറഞ്ഞുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് വളരെ ക്രൂരമായിപ്പോയി. മനസ്സിലാക്കുക, ലോകത്ത് 2 സ്ഥലത്ത്, ഒന്ന് മിനി പാകിസ്ഥാനിലും പാകിസ്ഥാനിലുമാണ് ഇതേപോലെ ലോസ് ഏഞ്ചലസിൽ തീ വന്നു കഴിഞ്ഞപ്പോൾ തീ പിടിച്ച് ആഘോഷിച്ചത്. അതിന് അമേരിക്കൻ സ്റ്റേറ്റ്മെൻറ്റ് വന്നു വളരെ കൃത്യമായിട്ട്. എന്താണ് പാകിസ്ഥാനെ പറ്റി പറഞ്ഞത്? പാകിസ്ഥാൻ ഞങ്ങളുടെ അലയൻസ് പാർട്ട്ണർ അല്ല. ഇതിനെ തുടർന്ന് ആദ്യമായിട്ടാണ് അമേരിക്ക പറയുന്നത് ഞങ്ങളുടെ അലയൻസ് പാർട്ട്ണർ അല്ല പാകിസ്ഥാൻ. അതായത് പാകിസ്ഥാനെ അത് അമേരിക്ക അത് സൂക്ഷിച്ച് കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ പൊളിറ്റിക്കൽ ലീഡർ അതിനുശേഷം പാകിസ്ഥാൻ അവിടെ പബ്ലിക്കിനോട് പറഞ്ഞ് തെറ്റാണ് ഈ കാണിക്കുന്നത്. പക്ഷെ അവിടുത്തെ ഉസ്താദന്മാരൊക്കെ അങ്ങ് ആഘോഷിക്കുകയാണ്. പിന്നെ ആഘോഷിച്ചത് മിനി പാകിസ്ഥാനിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളം മിനി പാകിസ്ഥാനാണ്. പല തെളിവുകൾ ഓരോന്നായിട്ട് വരും. ഇനി അടുത്ത ഒരു കാര്യം ചോദിക്കട്ടെ, ലോകത്തിലെ കഴിഞ്ഞ 5 വർഷമോ 10 വർഷമോ എടുക്കുക, ഏറ്റവും കൂടുതൽ പേര് ട്രാജഡിയിൽ, ഭൂമി കുലുക്കം, മറ്റുള്ള സംഭവങ്ങൾ, ഏറ്റവും കൂടുതൽ മരിച്ചത് എവിടെയാണ്? ഇസ്ലാമിക ലോകത്ത്, ഇസ്ലാമിക രാജ്യങ്ങളിലാണ് മരിച്ചത്. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാം വിശ്വാസികളുള്ള രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ദുരന്തം ഉണ്ടായതും ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊല്ലപ്പെട്ടത്. നിങ്ങൾ ഇന്ന് വരെ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും ഇത് ആഘോഷിച്ചതായിട്ട് കേട്ടിട്ടുണ്ടോ? വേറെ ഒരു കറക്റ്റ് തെളിവ് അങ്ങ് പറയാം. 2024 സൗദി അറേബ്യ, അവിടെ ഹജ്ജിന് പോയേക്കുവാണ്. അത് നിങ്ങൾ കണ്ടു കാണും ഈ സംഭവം. ഏകദേശം 1300ഓളം പേരാണ് ഹജ്ജിന് പോയ ആൾക്കാർ ഹീറ്റ് വേവ്, അതായത് സൂര്യതാപം അടിക്കുകയും ഡീഹൈഡ്രേഷൻ ഉണ്ടാകുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ സൗദി അറേബ്യയുടെ കണക്കനുസരിച്ച് 1301 ആൾക്കാരാണ് കൊല്ലപ്പെട്ടത്. അതിദാരുണമായിട്ടാണ് കൊല്ലപ്പെട്ടത്. ഇവരെല്ലാം പോയത് പടച്ചോനെ അള്ളാഹുവിനൊക്കെ വിളിക്കാൻ വേണ്ടി പോയത് പിൽഗ്രിമാ. ആരെങ്കിലും ഇമോജി ഇട്ടോ? എല്ലാവരും ആ ദുഃഖത്തിൽ പങ്കുചേർന്നു. അതാ ഉണ്ടായത്. എത്രയോ പ്രാവശ്യം അവിടെ സ്റ്റാമ്പേഡ് ഉണ്ടായിട്ട് ആൾക്കാർ മരിച്ചു. ആൾക്കാർ ആരെങ്കിലും ഇമോജി ഇട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതേപോലെ ഇപ്പോൾ കുംഭമേള നടക്കുന്നു. കുംഭമേള നേരത്തെ സ്റ്റാമ്പേഡ് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ശബരിമല സ്റ്റാമ്പേഡ് ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഒരു മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ്. ട്രാജഡി എപ്പോഴും സംഭവിക്കാം. അതിന് ഇമോജി ഇട്ട്, അതായത് ഇന്ത്യയിലൊരു സംഭവം നടക്കുക, അതിന് ഇമോജി ഇട്ട് ആഘോഷിക്കുന്നു. അതായത് ഏറ്റവും വെറുക്കപ്പെട്ടവന്മാരായിട്ട് മിനി പാകിസ്ഥാനിലെ ആൾക്കാർ മാറി. വെറുക്കപ്പെട്ടവന്മാർ. അതിന് എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഒരു മുസ്ലിമാണ്, ഒരു ജേർണലിസ്റ്റാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ആ പോയിന്റ് അങ്ങ് എടുക്കാം. മദ്രസ പൊട്ടന്മാരാണ്. കുറച്ച് മദ്രസ പൊട്ടത്തികളുമുണ്ട്. ഹൂറികൾക്ക് വേണ്ടി ഇരിക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ കൺട്രോൾ ചെയ്യാൻ ഇവിടെയുള്ള കേരളത്തിലുള്ള ഇസ്ലാമിലെ ആൾക്കാർക്ക് കഴിയുന്നില്ല. അവരനുഭവിച്ചോളും കുറച്ച് കഴിയുമ്പോൾ. ഇതാ ഈ വാക്കാണ് ഉപയോഗിച്ചത്. അതായത് സോ സാഡ്. എത്ര പേരാണ് ഇന്ത്യക്കാർ മരിച്ചത് ഹജ്ജ് തീർത്ഥാടനത്തിന് പോയിട്ട്? 100-ലധികം. അതായത് ഈ ഹീറ്റ് കയറി അടിച്ചു കഴിഞ്ഞ് 50 ഡിഗ്രി മേളിലായി കഴിഞ്ഞപ്പോൾ സൗദി അറേബ്യൻ ഗവൺമെൻറ് അഡ്മിനിസ്ട്രേഷൻ അത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അവരോട് പലരോടും പറഞ്ഞു പോകരുത്, ഇത്രയും ഹീറ്റുണ്ട്, നടക്കരുത്. ഇവർ പോയത് ഈ ലോസ് ഏഞ്ചലസിൽ ഈ പിൽഗ്രിമൊന്നും ആയിരുന്നില്ല, തീർത്ഥാടനവും ദൈവത്തെ വിളിക്കാൻ പോയൊന്നും അല്ല. അത് ഫിലിം സിറ്റിയാണ്, ആൾക്കാർ താമസിക്കുന്ന പണമുള്ളവരാണ്. അപ്പം ഇവിടെ പോയത് എന്താ? നിങ്ങളപ്പോൾ അള്ളാടെ ഈ പറയുന്ന പടച്ചോനാണ് ദ്രോഹിച്ചതെന്ന് പറയുമ്പോൾ ഈ ഹജ്ജിന് പോയത് ഇത്രയും പേരെ ദ്രോഹിച്ചത് 1300 പേര്. മറ്റടുത്ത് 16-18 പേര് ഇപ്പോഴായിട്ടുള്ള കണക്ക്. ഇത് 1300 പേര് ഔദ്യോഗിക കണക്ക്. അനൗദ്യോഗിക കണക്ക് പറയുന്നത് ഏകദേശം 2500 പേരിനോളം മരിച്ചു. കാരണം പല ആൾക്കാരും ഡെഡ് ബോഡി ആൾക്കാർക്ക് വേണ്ട. ഇതാണ് ഉണ്ടായത്. ഇത് ഞാൻ പറഞ്ഞതല്ല, ജോർദാനിയൻ ഗവൺമെൻറ്റാണ് പറഞ്ഞത്. എന്താ ഈ സംഭവം? ഇതിനൊക്കെ കാരണം അതായത് നിനക്ക് ബോധമില്ല. ആ ബോധമില്ലായ്മയാണ്. ഞാൻ മറ്റുള്ള മുസ്ലിം സുഹൃത്തുക്കളോടല്ല പറയുന്നത്. ആ ഇമോജി ഇട്ടവരെ, അതിനെ പ്രോത്സാഹിപ്പിച്ചവരെ, അതിനെ ഇൻസ്പയർ ചെയ്തവരെ, ഇൻസ്റ്റിഗേറ്റ് ചെയ്തവരും
മനസ്സിലാക്കേണ്ട ഒരു സത്യം കൂടെ ഉണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ ട്രാജഡി ഉണ്ടായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊല്ലപ്പെട്ടത് ഇസ്ലാമിക രാജ്യങ്ങളിലാണ്. കണക്കെടുക്കുക. ഏതെങ്കിലും രാജ്യം ആരെങ്കിലും ഇമോജി ഇട്ട് എല്ലാ ആൾക്കാരും സഹായിക്കാൻ വേണ്ടി തയ്യാറാണ്. കാരണം ട്രാജഡി എപ്പോഴും ഉണ്ടാകും. എന്താ ഇവിടെ സംഭവിച്ചത്? അതെ, നിങ്ങൾ ഈ പറയത്തില്ല ലോസ് ഏഞ്ചലസ് ക്ലൈമറ്റ് ചേഞ്ച്. അതെ, ഇവിടെ എന്ത് സൗദി അറേബ്യ സംഭവിച്ചത്? ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് ചൂട് കൂടി. 2 ദിവസം മുമ്പ് സൗദി അറേബ്യ ഭയങ്കര വെള്ളപ്പൊക്ക പ്രളയമാണ്. അത് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗമായിട്ടാണ്. നേരത്തെ ഇവിടെ സ്നോ ഉണ്ടായി, ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗമായിട്ടായിരുന്നു. എന്തോ അള്ള കൊണ്ടുവന്നതാണ് ഇതൊക്കെ. ഇറ്റ്സ് എ നോൺസെൻസ്. അതായത് ഒരു കാര്യം ഞാൻ മറ്റു പല ആൾക്കാരോടും പറയുന്നു, ഇവന്മാരെ ഒരിക്കലും വിശ്വസിക്കരുത്. ഇവന്മാർ ബോധം തിരിച്ചു വന്ന് നേരെ ആയില്ലെങ്കിൽ ഇവരെ പൂർണ്ണമായിട്ട് ഇഗ്നോർ ചെയ്യണം. അതായത് ഈ പറയും നമ്മൾ ഏറ്റവും കൂടുതൽ അറിയേണ്ട സംഭവം, നമ്മൾ ഇവിടെയുള്ള ഇന്ത്യക്കാർക്കെതിരെ പോലും, അതായത് ഞാനതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ് പറയുന്നത്, ഇന്ത്യൻ ആർമിയുടെ ചീഫ് അദ്ദേഹം കോപ്റ്റർ അപകടത്തിൽ മരിച്ചപ്പോൾ അവിടെ ഈ ഇമോജി ഇട്ടു. അതായത് നമ്മൾ കരുതിയിരിക്കുക ഈ സാധനത്തെ. ഇത് കാരണം ഹൂറികളുടെ അടുത്ത് പോകാൻ വേണ്ടി, കാരണം വെറും വിഡ്ഢികളുമല്ല, പൊട്ടന്മാരുമാണ്, അതിൻ്റെ പൊട്ടത്തികളുമുണ്ട്. അവർ ഈ ഹൂറുകൾക്ക് വേണ്ടി ഇങ്ങനെ നടക്കുകയാണ്, അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അതായത് വിവരമില്ലാത്തൊരു സമൂഹം ഉണ്ടായി. ഇപ്പോൾ പല പത്രങ്ങളൊക്കെ പറയുന്നത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾക്ക് എഡ്യൂക്കേഷൻ കിട്ടിയത് കേരളത്തിലാണ്. അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതായത് ബോധം വെച്ച് വരാൻ സമയമെടുക്കും, ലോകത്തെ അറിയാൻ സമയമെടുക്കും. നിങ്ങൾ ഈ പറയുന്ന ഇസ്ലാമിക രാജ്യങ്ങളെന്ന് പറയാം, അവർ പോലും, അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട, പല ഇസ്ലാമിക രാജ്യങ്ങളിൽ പാകിസ്ഥാൻകാരെ കയറ്റുന്നില്ല. ഇനി ഇതേപോലെ ഉണ്ടാകും ഈ പറയുന്ന UAE ആണെങ്കിലും സൗദി ആണെങ്കിലും വരാൻ പോകുന്ന സമയത്ത്. ഇപ്പം നിൻ്റെയൊക്കെ ഈ മത തീവ്രത കാരണം ഈ പറയുന്ന ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും നിന്നെ കയറ്റത്തില്ല. അതാ ഇൻ ഫ്യൂച്ചറിൽ ഉണ്ടാകുന്നത്. കാരണം യൂറോപ്യൻ രാജ്യങ്ങൾ ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ട് തീരുമാനിച്ചു കഴിഞ്ഞ് ഈ സാധനത്തെ വേണ്ട. അതാണ് ജർമ്മനി കണ്ടുകൊണ്ടിരിക്കുന്നത്, അതാണ് ഫ്രാൻസിൽ കാണുന്നത്. മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ അവർ തിരിച്ചു വിടുക. അത് റിട്ടേൺ ടിക്കറ്റിൻ്റെ കോപ്പി എടുത്തിട്ടാണ് ജർമ്മനിയിൽ ഇലക്ഷൻ പ്രചാരണം നടക്കുന്നത്. അപ്പം മനസ്സിലാക്കുക, നിന്നെ ആൾക്കാർക്ക് വേണ്ട നിൻ്റെ ഈ സ്വഭാവം, അതായത് നിൻ്റെ മത തീവ്രത കൊണ്ട് വേണ്ട. അതുകൊണ്ട് അനുഭവിക്കുന്ന ആരാ? സാധാരണക്കാരായ മുസ്ലിങ്ങൾ. അവർക്കിതിനെപ്പറ്റി നിങ്ങളോട് എതിർക്കാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾക്ക് നിൻ്റെ തലയ്ക്കകത്ത് മത തീവ്രതയാണ്, ഭ്രാന്ത് തലയ്ക്കകത്ത് പിടിച്ചിരിക്കുകയാണ്. കാരണം മേളിലോട്ട് ഹൂറി എടുത്ത് പോകണം. അതേപോലെ മദ്രസ പൊട്ടത്തികളുമുണ്ട്, വെറും പൊട്ടത്തികൾ, തരം താണ പൊട്ടത്തികൾ. അവരും ഇതിൻ്റെ കൂടെ നടക്കട്ടെ ഈ സംഭവം. കുറച്ച് കഴിയുമ്പോൾ സ്വയമേ പണി കിട്ടും. അവസാനം തേങ്ങി വിളിച്ചുകൊണ്ട് വരും. അതായത് ഇന്ത്യ ഞങ്ങളെ രക്ഷിക്കണമെന്നും പറഞ്ഞുകൊണ്ട്. ആ സമയത്ത് ഒരു തെണ്ടിയും കാണത്തില്ല നിൻ്റെ കൂടെ നിൽക്കാൻ. അതാണ് ഉണ്ടാകാൻ പോകുന്നത്. അതായത് പഠിച്ചതും പ്രവർത്തിക്കുന്ന എല്ലാം പൊട്ടത്തരം. അതിൻ്റെ ഓരോ പ്രവൃത്തിയാണ് ഓരോ ദിവസം കാണുമ്പോൾ. ഇത് കാണുമ്പോൾ ആൾക്കാരുടെ റിയാക്ഷൻ നിങ്ങൾ മനസ്സിലാക്കണം. അതായത് എനിക്കറിയാവുന്ന പല സുഹൃത്തുക്കൾ, ഇൻക്ലൂഡിങ് മുസ്ലിംസ് ഉള്ളവർ പറഞ്ഞ് ഇവരെ ഇതുപോലെ പറഞ്ഞില്ല എങ്കിൽ അവർക്കത് മനസ്സിലാവത്തില്ല. കാരണം പ്രൊവോക്ക് ചെയ്തേ മതിയാവത്തുള്ളൂ. അത്ര ഹൊറിബിളായിട്ട് പോവുകയാണ് മിനി പാകിസ്ഥാനിലുള്ള ഈ പല ആൾക്കാരും. ഇതിനെതിരെ തീവ്രമായിട്ട് പ്രതികരിച്ചേ മതിയാക്കാം. അതോടുകൂടി ഉണ്ടാകാൻ പോകുന്നത് എന്തുവാ? നിങ്ങൾ കേരളത്തിൽ പൂർണ്ണമായിട്ട് ഒറ്റപ്പെടും. ഒരാൾ പോലും നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾ വോട്ട് പിടിച്ച് നിങ്ങൾക്ക് ഇത്ര സീറ്റ് കിട്ടും, നിങ്ങളെ തൊലച്ച് കളയും. ഇത് നിങ്ങൾ മനസ്സിലാക്കിയത് ഇന്ത്യൻ റിപ്പബ്ലിക്കാണ്, ബനാന റിപ്പബ്ലിക് അല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന യമൻ അല്ല ഇന്ത്യ. ഇന്ത്യക്ക് അതിൻ്റെതായ സ്റ്റാൻഡുണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കുക. പാകിസ്ഥാൻ ചെയ്തപ്പോൾ അമേരിക്കയുടെ സ്റ്റാൻഡ് വന്നു വളരെ ക്ലിയർ ആയിട്ട്. മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇന്നത്തെ ലോകം എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ വേൾഡ്. നിങ്ങൾ ഈ കാണിക്കുന്നതൊക്കെ എക്സ്പോസ്ഡ് ആണ്. ഇത് ധാരണയൊന്നും അറിയത്തില്ലെന്ന്. 10,000 അക്കൗണ്ട് എടുത്തിട്ട് BFIക്ക് ഫണ്ട് കൊടുത്തവൻ അവന് ജീവിതത്തിൽ ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. ആ രീതിയിലായിട്ടുണ്ട്. അതിൻ്റെ കാര്യം എന്ത്? അവൻ്റെ തലയ്ക്കകത്ത് അന്ന് ഭ്രാന്ത് കയറി ഫണ്ട് ചെയ്തു. അവൻ്റെ ലൈഫ് പോയി കിട്ടും. ഇതേപോലെയൊക്കെ നിൻ്റെ ലൈഫ് പോകുമ്പോൾ എന്നാൽ പോലും ഇവിടെയുള്ള ഇന്ത്യക്കാരും മറ്റുള്ളവർ ഇമോജി അടിച്ച് ആഘോഷിക്കത്തില്ല. കാരണം എന്താ അറിയോ? കാരണം ഇന്ത്യക്കാരന് സംസ്കാരമുണ്ട്. നിനക്കുള്ളതാകെ ഇസ്ലാമിക മതഭ്രാന്ത സംസ്കാരമാണ്. അതാണ് നിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം. അതായത് നിനക്ക് ഈ സംസ്കാരം എന്ന് പറഞ്ഞ സാധനമില്ല. അതുകൊണ്ടാണ് നീ ഇങ്ങനെ ആയിപ്പോയത്. അതങ്ങനെ തന്നെ പോയി അങ്ങ് തൊലയും. അതാണ് ഉണ്ടാകാൻ പോകുന്നത്.